ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് പറക്കാട് നാച്ചുറൽ റിസോർട്ടിലേക്കാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവിടുത്തെ വ്യൂ പോയിൻ്റ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. പിന്നെ അവിടുത്തെ എൻട്രൻസൊക്കെ കിടു ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫാമിലിക്കും കപ്പിൾസിനും ഒക്കെ ആയിട്ട് ഒത്തിരി ഫോട്ടോ പോയിൻറ്റ്സ് അവിടെ അവൈലബിൾ ആണ്. അവരുടെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ഹൈലൈറ്റ് ആണ് അവിടുത്തെ കേവ് ഹൗസ് എന്ന് പറയുന്നത്. അവിടെ വരുന്ന എല്ലാ ഗസ്റ്റിനും അവർ ഈ കേവ് ഹൗസ് കാണാനുള്ള അവൈലബിലിറ്റി ചെയ്തിട്ടുണ്ട്. ഒരു ഗുഹയ്ക്കുള്ളിൽ ഒരു റൂം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളച്ചാട്ടം, കുഞ്ഞു ലൈറ്റ്സ്, ആ ഒരു ആംബിയൻസ് അടിപൊളിയാണ്. പിന്നെ ഒത്തിരി ആക്ടിവിറ്റീസും ഉണ്ട്. സൈക്കിൾ വേ, റോപ്പ് വേ, അങ്ങനെ തുടങ്ങി സഫാരി, ജീപ്പ് സഫാരി, ട്രക്കിംഗ്, ഇതൊക്കെ ബഡ്ജറ്റിൽ സെറ്റാണ്. പിന്നെ അവിടെ അവർ എൻട്രൻസിൽ ഒരു കുഞ്ഞു ജ്വല്ലറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറക്കാട് ജ്വല്ലേഴ്സിൻ്റെത് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ 1 ഗ്രാം ഗോൾഡിലാണ്. നമ്മൾ സാധാരണ ഗോൾഡ് വാങ്ങുന്ന റേറ്റ് ആവില്ല, പക്ഷേ ഇതിൻ്റെ കളർ ഫെയിൽഡ് ആവും, ഒന്നുമില്ല. നമുക്കിത് എക്സ്ചേഞ്ച് ചെയ്താൽ നമ്മൾ കൊടുത്ത അതേ റേറ്റ് നമുക്ക് തിരിച്ചു കിട്ടുന്നതും ആയിരിക്കും. ഒത്തിരി അധികം കളക്ഷൻസ് ഉണ്ടായിരുന്നു. സിൽവറിൻ്റെതും ഗോൾഡിൻ്റെതും റൂബീസും പേൾസും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ എനിക്ക് ഇവിടെ ഫ്രണ്ടിലുള്ള കുഞ്ഞു ഗണപതി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് 1 ഗ്രാം ഗോൾഡ് ചെയ്തതാണ്. അത് പണ്ടത് കാളവണ്ടിയാണ് കിടക്കുന്നത്. പിന്നെ തേയിലത്തോട്ടം, അത് പറയാതിരിക്കാൻ വേണ്ടി ആദ്യമായിട്ടാണ് ഇത്ര വ്യൂവിൽ തേയിലത്തോട്ടം കാണുന്നത്. രാത്രി ആയപ്പോൾ കോടയൊന്നും അടിച്ചു കയറാൻ അതൊരു രസമായിരുന്നു. പിന്നെ നിങ്ങൾ വിചാരിക്കും ഭയങ്കര റേറ്റല്ലേ, നമ്മളെപ്പോലത്തുള്ളവർക്കൊക്കെ പോകാൻ പറ്റും, എല്ലാവർക്കും പോകാൻ പറ്റും. എല്ലാ റിസോർട്ടുകളും പോലെ 4500 രൂപ തൊട്ടാണ് റൂംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സാധാരണക്കാർക്കും ഏതൊരാൾക്കും ഇവിടെ പോകാൻ പറ്റും. രാത്രിയാണെങ്കിൽ ഡീജെയും പാട്ടും ആക്ടിവിറ്റീസും ഒക്കെ അതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. പോകാൻ ഞങ്ങൾ തകർത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. അടുത്ത ട്രിപ്പ് നിങ്ങൾ മൂന്നാറിലേക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് 1 in all എന്ന ഓപ്ഷനാണ് ഇവിടെ. എല്ലാ ആക്ടിവിറ്റീസും കിട്ടും. 2 ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യാം. കോടയും തണുപ്പും പിന്നെ പറയണ്ടല്ലോ.